ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഇ എന്ന ആൽഫബറ്റ് ആദ്യം ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ ഇനീഷ്യൽ ലെറ്ററായിട്ട് ഫസ്റ്റ് ലെറ്ററായിട്ട് ഇ വരികയാണെങ്കിൽ അതിന് നമുക്ക് 3 ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. 3 തരത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ഒന്ന് എ എന്നാണ്, എലഫൻറ്റ് അതിലാദ്യം ഇ ആണ് വന്നിരിക്കുന്നത്. ഈ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എ എന്ന രീതിയിലാണ്, അതുകൊണ്ട് എലഫൻറ്റ്. അടുത്തൊരു എക്സാമ്പിളാണ് എഗ്ഗ് എന്നുള്ള വേർഡിൽ ആദ്യത്തെ ലെറ്റർ ഇ ആണ്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക എ എന്നാണ്, അതുകൊണ്ട് എഗ്ഗ്. അതാണ് ഇയുടെ ആദ്യത്തെ ഒരു പ്രൊനൗൺസിയേഷൻ. രണ്ടാമത് ഈ എന്ന രീതിയിൽ നമ്മൾ ഈ പ്രൊനൗൺസ് ചെയ്യും. ഒരു വേർഡിൻ്റെ ഇനീഷ്യൽ ഫസ്റ്റ് ലെറ്റർ ഇ ആയിട്ട് വരികയാണെങ്കിൽ അതിന് 3 തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എ, എലഫൻറ്റ്, എഗ്. 2 ഈ, ഈച്ച്, ഈക്വൽ ഈ എന്നുള്ള രീതിയിൽ. മൂന്നാമത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഇ അല്ല ഇ. അങ്ങനെയുള്ള 2 എക്സാമ്പിളാണ് ഇനഫ്, ഇ. ഇക്കോണമി, ഇ. ഓക്കെ, 3 ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻസ്. എപ്പോൾ ഒരു വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ഇ ആയിട്ട് വരികയാണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന 3 ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ. ഇനി ഒരു വേർഡിൻ്റെ അവസാനം ഇ ആയിട്ട് വരികയാണെങ്കിൽ ചില സമയത്ത് ആ ഇ നമ്മൾ ഉച്ചരിക്കില്ല, അത് സൈലൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു വേർഡാണ് ഗിവ്. അവിടെ ഇ നമ്മൾ ഉച്ചരിക്കുന്നില്ല, ഗിവ്. അതുപോലെ ലവ്, ഗിവിൽ ഈ സൈലൻ്റ് ആണ്, ലവിലും ഈ സൈലൻ്റ് ആണ്. ഒരു വേർഡിൻ്റെ അവസാനം ഈ വന്നപ്പോഴാണ് നമ്മളീ പറയുന്നത് സൈലൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചില സമയത്ത് ഒരു വേർഡിൻ്റെ അവസാനം ഈ വരികയാണെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എയ്, കഫേ എന്നാണ് നമ്മൾ പറയുക. ആ വേർഡിൻ്റെ അവസാനം ഈ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇയും എയും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ, ഇയും അതുപോലെ എയും കൂടി ഒരുമിച്ച് നമ്മളൊരു വേർഡിൽ അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഈ എന്നുള്ള രീതിയിലാണ്. ഇയും എയും കൂടി ഒരുമിച്ച് ഒരു വേർഡിൽ വരികയാണെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഈ എന്ന രീതിയിലാണ്. EAGER, ഈഗർ. ഇയും എയും ഒരുമിച്ച് വന്നു. ഈസി. ഓക്കെ, ഇയും എയും ഒരുമിച്ച് വന്നു, അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഈ. ഇതൊക്കെയാണ് ഇയുടെ ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻസ്. താങ്ക് യു.